രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 1 മുതൽ 12 വരെ പ്രതികൾ നേരിട്ട് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കെടുത്തു. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ കുറ്റവാളികൾക്ക് എല്ലാ സഹായവും നൽകി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് നേരെ കൊലക്കുറ്റമാണ് 302. ബാക്കി 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് ഭീകരമായ രീതിയിലാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുകയാണ്. വിധി പ്രസ്താവം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശിക്ഷാവിധി, ഈ ഓരോ പ്രതികൾക്കുമുള്ള ശിക്ഷ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം എപ്പോൾ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമല്ല. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കേൾക്കാം. 15 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലം, സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മുൻഷാദ്, ജസീബ് രാജ, നവാസ്, ഷമീർ, നസീർ, സക്കീർ ഹുസൈൻ, ഷാജി പൂവത്തിങ്കൽ, ഷർനാസ് അഷ്റഫ് എന്നീ 15 പ്രതികളാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലുള്ളത്. ആ 15 പേരുടെയും വിധി പ്രസ്താവമാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെടുകയാണ് പ്രോസിക്യൂഷൻ. രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് ഭീകരമായ രീതിയിലാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് വാദിക്കുകയാണ് പ്രോസിക്യൂഷൻ. ബിനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ബിനിൽ, കോടതി നടപടിക്രമങ്ങളുടെ പുതിയ വിശദാംശങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ഈ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടുകൂടി ഇനി അവർക്ക് നൽകേണ്ട ശിക്ഷ സംബന്ധിച്ച വാദമാണ് കോടതിയിൽ പുരോഗമിക്കുന്നത്. ആ വാദത്തിലേക്ക് പ്രോസിക്യൂഷൻ കടന്നിരിക്കുന്നു. അത്യന്തം മൃഗീയമായ ഒരു കൊലപാതകമാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമാണ്. കാരണം രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയുടെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും മുന്നിലിട്ട് അദ്ദേഹത്തിന്റെ വീടിനകത്ത് കടന്നു കയറി ഈ തലയ്ക്ക് മാരകമായി വെട്ടി വീഴ്ത്തുകയാണ് ചെയ്തത്. മഴുവടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അത്രയും ഹീനമായ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് അവർ മേൽ തെളിഞ്ഞിരിക്കുന്ന കുറ്റത്തിന് പരമാവധി ശിക്ഷ, അതായത് IPC 302 പ്രകാരമുള്ള പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് നൽകണം എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കോടതി അതിൻ്റെ ഈ പരമാവധി ശിക്ഷയിലേക്ക് പോകുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ വാദമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ ശിക്ഷ സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക. ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരം പുറത്തേക്ക് വരുന്നത് ഈ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. ആ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന മുഴുവൻ കുറ്റങ്ങളും കോടതി മുമ്പാകെ സംശയലേശമന്യെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അതുകൊണ്ട് തന്നെ നേരത്തെ അഞ്ജിത് സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്ന മുഴുവൻ പ്രതികളുടെയും കാര്യത്തിൽ അവർക്ക് പരമാവധി ശിക്ഷ നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിലായിരിക്കും ഇനിയൊരു തീരുമാനം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നത്. അവിടെ പ്രോസിക്യൂഷൻ ഈ കേസിന്റെ സാഹചര്യങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ട് അതിൽ എന്തുകൊണ്ട് ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നത് സംബന്ധിച്ച വാദമാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത്. പ്രതികൾക്ക് എന്ത് ശിക്ഷ നൽകണമെന്നുള്ള വാദമാണ് കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ 15 പ്രതികളും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. 15 പേരും കുറ്റക്കാരാണ്. 15 പ്രതികൾക്കെതിരെയുമുള്ള കുറ്റം സംശയലേശമന്യെ തെളിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നു. അതുകൊണ്ട് പരമാവധി ശിക്ഷ, പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ബിനിലും രഘുവുമാണ് കോടതിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബിനിൽ, നമുക്ക് കേസിന്റെ നാൾവഴികളിലേക്കൊന്ന് പോയാലോ, അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലേക്കും? 2021 ഡിസംബർ 19 ഈ ക്രൂരകൃത്യമുണ്ടാകുന്നത്. അതിന് തൊട്ട് തലേന്നാണ് മണ്ണഞ്ചേരിയിൽ SDPIയുടെ നേതാവായിട്ടുള്ള ഷാന്റെ കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകമുണ്ടായ തിരിച്ചടിയാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം എന്നതാണ് പോലീസിന്റെ കേസ്. അതിന് മുന്നോടിയായി തന്നെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏതാണ്ട് 1000 പേജുള്ള കുറ്റപത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ DYSP ആയിരുന്ന ജയരാജ് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇതിൽ ദീർഘമായിട്ടുള്ള പ്രതിസന്ധികൾ ഈ കേസിന്റെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അതായത് ആലപ്പുഴ കോടതിയിൽ നിന്ന് ഈ കേസ് മാവേലിക്കരയിലേക്ക് മാറ്റേണ്ടി വന്നു. പ്രതികൾ സുപ്രീം കോടതി വരെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിൽ ഹർജികളുമായി പോയി. രഞ്ജിത്ത് ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട
കേസായതുകൊണ്ട് തന്നെ അഭിഭാഷക സമൂഹത്തിൽ നിന്ന് ഈ പ്രതികൾക്കെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നു. അങ്ങനെ പല കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് കൃത്യമായ ഒരു റൂട്ട് മാപ്പ് അടക്കം തയ്യാറാക്കി നടത്തിയിട്ടുള്ള കൊലപാതകം എന്നതാണ്. ഇതിൽ പോലീസ് ഈ റൂട്ട് മാപ്പ് അടക്കം പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയപ്പോൾ ഇത്തരത്തിൽ ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ള കൊലപാതക പരമ്പരകളടക്കമുള്ളവയുടെ കാര്യത്തിലുള്ള തെളിവുകളടക്കം കേന്ദ്ര സർക്കാർ നിരോധനത്തിന് ഒരു കാരണമാക്കി മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിൽ ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലേക്കുള്ള വഴി, അതിലെ എങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ തിരിച്ചു പോകണം, അതിന് സമീപത്തുള്ള വീടുകൾ ഏതൊക്കെ എന്നതൊക്കെ ഒരു സ്കെച്ച് തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നതാണ്. അതായത് ഒരു കൊലപാതകം നടന്നാൽ അതിന് മണിക്കൂറുകൾക്കകം തന്നെ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി അതിൽ ആളുകളെ കണ്ടെത്തി ആരെയായിരിക്കണം തിരിച്ചടിക്കേണ്ടത് എന്നത് കണ്ടെത്തി വച്ചിരുന്നു എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. അതുകൊണ്ട് 3 ഘട്ടങ്ങളിലായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായി. ആദ്യം വയലാറിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നന്ദുഷിന്റെ കേസുമായി ബന്ധപ്പെട്ട സംഭവം നടന്നതിന് പിന്നാലെ ഒരു ഗൂഢാലോചന ഉണ്ടാകുന്നു. ആ ഗൂഢാലോചനയ്ക്ക് ശേഷം ഷാൻ വധക്കേസിന് പിന്നാലെ തിരിച്ചടിക്കാൻ വേണ്ടി രണ്ടാമതൊരു ഗൂഢാലോചന നടക്കുന്നു. പിന്നീട് ഈ കൃത്യം നടത്തുന്നു. അങ്ങനെ 3 തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിലെ തന്നെ അതായത് ശിക്ഷാവിധി പ്രസ്താവം തിങ്കളാഴ്ചയാണ് എന്നുള്ളൊരു വിവരം രഘു പങ്കുവെക്കുന്നുണ്ട്. ഈ പ്രതികൾക്കുള്ള ശിക്ഷ എന്ത് നൽകണം എന്നത് സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം തിങ്കളാഴ്ച ഉണ്ടാകും. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട ആ കേസിലെ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ഇനി ആ പ്രതികൾക്കുള്ള ശിക്ഷ അതെന്തായിരിക്കുമെന്നുള്ള വിധി പ്രസ്താവം തിങ്കളാഴ്ചയാണ്. ബിനിലാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്.